ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സ്നാപക യോഹന്നാനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ മുന്നമേ വന്ന വ്യക്തി, സക്കറിയ പുരോഹിതൻ്റെയും എലിസബത്തിൻ്റെയും വാർദ്ധക്യത്തിൽ അവർക്ക് ജനിച്ചവനായ മകൻ. സ്നാപക യോഹന്നാനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അദ്ദേഹം മരുഭൂമിയിലായിരുന്നു, നാസിർ വ്രതക്കാരനാണ്. നാസിർ വ്രതം എന്ന് പറയുന്നത് ജനനം മുതൽ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച സന്യസ്ത ജീവിതമാണ്. അവർ മത്സ്യമോ മാംസമോ അവർ ഉപയോഗിക്കുന്നില്ല, വീഞ്ഞോ മദ്യമോ അവർ കഴിക്കുകയില്ല. ലഘുവായി ഭക്ഷിച്ച് മരുഭൂമിയുടെ അവസ്ഥയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ചിരുന്ന ഒരു വ്യക്തി. യഹൂദ സമൂഹത്തിലെ സന്യാസ സമൂഹങ്ങളുണ്ടായിരുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു സമൂഹമായിരുന്നു കുമ്രാൻ സമൂഹം. സ്നാപക യോഹന്നാൻ ആ സമൂഹത്തിലെ അംഗമായിരുന്നുവെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ആ സമൂഹത്തിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുമ്പോൾ, അഥവാ ഈ സന്യസ്തത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അവരെ സ്നാനം കഴിപ്പിച്ച് സ്വീകരിക്കുന്നതായ രീതിയുണ്ട്. സ്നാനം കഴിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ മുൻപാകെ ഒരു സാക്ഷ്യമായിരുന്നു. അപ്പോൾ ജീവിച്ച ജീവിത രീതിയിൽ നിന്ന് വ്യത്യസ്തമായൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യമായി, അടയാളമായിട്ടാണ് അവർ സ്നാനം ഏറ്റിരുന്നത്. സ്നാപക യോഹന്നാനും ആ സന്യാസ സമൂഹത്തിലെ അംഗമായി നിന്നുകൊണ്ട് യേശുവിന് വേണ്ടി ജനത്തെ ഒരുക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതിയെക്കുറിച്ച് പറയുന്നു, വെട്ടുക്കിളിയും കാട്ടുതേനും എന്നാണ് ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ പറയുന്നതെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു കാട്ടുതേനും കംസായും. കംസ എന്ന് പറയുന്നത് കാട്ടുകിഴങ്ങാണ്. ഒരിക്കലും വെട്ടുക്കിളി ജീവനുള്ളതാണല്ലോ, അതിൻ്റെ മത്സ്യമോ മാംസമോ ഭക്ഷിക്കാത്ത സന്യാസിക്ക് ഒരിക്കലും വെട്ടുക്കിളിയെ ഭക്ഷിക്കാനാവില്ല. അത് ട്രാൻസ്ലേഷനിൽ വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം. കംസ എന്നതിന് വെട്ടുക്കിളി എന്നും കാട്ടുകിഴങ്ങെന്നും അർത്ഥമുണ്ടെന്ന് ചില വേദപണ്ഡിതന്മാർ എഴുതി വായിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുക എന്നുള്ളത്. അത് ട്രാൻസ്ലേഷൻ വന്ന മിസ്റ്റേക്കാണെന്ന് വായിച്ചിട്ടുണ്ട്. ഗ്രീക്കിൽ ക്യാമിലോസ് എന്നും കമിലോസ് എന്നും 2 വാക്കുകളുണ്ട്. ക്യാമിലോസ് എന്ന് പറഞ്ഞാൽ ക്യാമൽ അഥവാ ഒട്ടകം. കമിലോസ് എന്ന് പറഞ്ഞാൽ കനമുള്ള ചരട്, വടം അഥവാ ആലാത്ത്. ഇതിനു മുൻപ് പഴയ എവൻഗേലിയൻ അഥവാ സുവിശേഷ പുസ്തകങ്ങളിൽ, ദേവാലയങ്ങളിലൊക്കെ വായിച്ചിരുന്നത് ആലാത്ത് അഥവാ കനമുള്ള ചരട് സൂചിക്കുഴിയിലൂടെ കടക്കുക പ്രയാസം എന്നാണ്. അതാകാനാണ് സാധ്യത. ട്രാൻസ്ലേഷനിൽ വന്ന ചെറിയ മിസ്റ്റേക്കുകളാവാം. ഇതുമായിക്കൊള്ളട്ടെ. അപ്രകാരം കാട്ടുതേനും കാട്ടുകിഴങ്ങും ഭക്ഷിച്ച് ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് അരയിൽ തോൽവാറൊക്കെ കിട്ടി അങ്ങനെ ജീവിച്ച ഒരു സന്യസ്ത ജീവിതമായിരുന്നു സ്നാപക യോഹന്നാൻ ഉണ്ടായിരുന്നത്. അദ്ദേഹം ജനത്തോട് മാനസാന്തരത്തിൻ്റെ സുവിശേഷം അറിയിച്ച് യേശുവിന് വേണ്ടി ജനഹൃദയങ്ങളെ ഒരുക്കുക എന്നുള്ളതായിരുന്നു സ്നാപക യോഹന്നാൻ്റെ ദൗത്യം. ഉദാഹരണമായി പറഞ്ഞാൽ, വിത്ത് വിതയ്ക്കുന്നതിന് മുൻപ് നിലമൊരുക്കാറുണ്ട്. അത് കിളച്ച് അതിലെ കളകളൊക്കെ പെറുക്കിക്കളഞ്ഞ് വളമിട്ട് വെള്ളമൊഴിച്ച് ഒരുക്കിയതിന് ശേഷമാണ് അതിൽ വിത്ത് വിതയ്ക്കുക, ഞാറ് നടുക ഒക്കെ ചെയ്യുന്നത്.
അവിടെ മാത്രമേ വിത്തിന് പാകമായ രീതിയിൽ വേരോട്ടമുണ്ടായി അത് വളരാനും ഫലം കൊടുക്കുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ മനുഷ്യ ഹൃദയത്തെ അങ്ങനെ ഒരുക്കുന്നതിന് വേണ്ടിയായിട്ടാണ് സ്നാപക യോഹന്നാനെ ദൈവം മുന്നമേ അയച്ചത്. സ്നാപക യോഹന്നാൻ്റെ ദൗത്യം എന്തായിരുന്നു? അവിടെ നമ്മൾ വായിക്കുന്നത്, കർത്താവിന് വഴിയൊരുക്കുവീൻ, അവൻ്റെ പാത നിരപ്പാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞുവെന്നാണ്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണിത്. യേശുക്രിസ്തുവിനെ ഏകദേശം 8 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചിച്ച പ്രവാചകനാണല്ലോ യെശയ്യാ പ്രവാചകൻ. അദ്ദേഹം പറഞ്ഞത് യെശയ്യാ പ്രവചനം 40-ന്റെ 3 മുതൽ 5 വരെ ഇങ്ങനെ നാം വായിക്കുന്നു: ഒരു സ്വരം ഉയരുന്നു, മരുഭൂമിയിൽ കർത്താവിനെ വഴി ഒരുക്കുവിൻ, വിജനപ്രദേശത്ത് നമ്മുടെ കർത്താവിനെ വിശാല വീതി ഒരുക്കുവിൻ. മരുഭൂമി എന്ന് പറയുന്നത് വഴിയില്ലാത്ത സ്ഥലമാണ്. ആ സ്ഥലത്ത് കർത്താവിന് വഴി ഒരുക്കണം. എങ്ങനെയാണ് അവിടെ വഴി ഒരുക്കപ്പെടേണ്ടത്? താഴ്വരകൾ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും, കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാവും, കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും, മർത്യരെല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും. കർത്താവാണിത് അരുളിച്ചെയ്യുന്നത്. ഇതാണ് വാസ്തവത്തിൽ മാനസാന്തരത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. എന്താണത്? എല്ലാ മലകളും കുന്നുകളും താഴ്ത്തപ്പെടും. മനസ്സാന്തരം മനുഷ്യ ഹൃദയത്തിലാണല്ലോ ഉണ്ടാവേണ്ടത്. ഹൃദയത്തിൽ എന്താണ് മല, എന്താണ് താഴ്വര? മലകൾ എന്ന് പറയുന്നത് സമനിരപ്പിൽ നിന്ന് ഉയർന്ന സ്ഥലങ്ങളും താഴ്വര സമനിരപ്പിൽ നിന്ന് താഴ്ന്ന സ്ഥലങ്ങളുമാണ്. മനുഷ്യ ഹൃദയത്തിലെ മലമുകൾ എന്ന് പറയുന്നത് അഹന്തയാണ്, ഞാനെന്ന ഭാവമാണ്. ഈ ഞാനെന്ന ഭാവമാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ആ അഹങ്കാരം നമ്മിലുള്ളപ്പോൾ ഒരിക്കലും നമുക്ക് മനസാന്തരത്തിന് അനുഭവം ഉണ്ടാവുകയില്ല. എന്താണ് താഴ്വര? നിരാശയുടെ അനുഭവമാണ്. അപ്പം മലകൾ താഴ്ന്നാൽ, താഴ്വരകൾ ഉയർന്നു വന്നാൽ സമനിരപ്പിൻ്റെ അനുഭവം ഉണ്ടാവും. പിന്നീട് എന്താണ്? എല്ലാ സ്ഥലങ്ങളും വളഞ്ഞതും ദുർഘടമായതും നേരെയാകണം. വെറുപ്പ്, വിദ്വേഷം, പക, അസൂയ മുതലായ സ്വഭാവങ്ങൾ നമ്മൾ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുമ്പോൾ അത് വളഞ്ഞതും ദുർഘടവുമായ ഒരു പാതയാണ്. ആ പാതയിലൂടെ കർത്താവിനൊരിക്കലും നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല. കർത്താവ് അതിനൊരുക്കമില്ല. അപ്പോൾ കർത്താവിനെ വഴിയൊരുക്കുക എന്ന് പറഞ്ഞാൽ മാനസാന്തരത്തിൻ്റെ അവസ്ഥയിലേക്ക് എല്ലാ അഹന്തചിന്തകളും അഹങ്കാരങ്ങളും ഞാനെന്ന ഭാവവും പിടിയുക. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുമ്പോൾ സമത്വത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സമനിരപ്പിൻ്റെ അനുഭവം വരും. ആ വഴിയാണ് കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുക. ഇങ്ങനെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഒരുക്കുന്നതാണ് യഥാർത്ഥത്തിൽ മാനസാന്തരം എന്ന് പറയുന്നത്. അതായിരുന്നു സ്നാപക യോഹന്നാൻ്റെ ദൗത്യം. യേശുവിന് വേണ്ടി ജനത്തെ ഒരുക്കുക. കർത്താവാണ് യഥാർത്ഥമായ വിത്ത് വിതയ്ക്കുന്നവൻ. ആ വിത്ത് അവിടെ ഫലം കായ്ക്കത്തക്കവണ്ണം ഒരുക്കാൻ വേണ്ടിയാണ്. സ്നാപക യോഹന്നാൻ സ്നാനം തുടങ്ങിയപ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ സ്നാനപ്പെടുവാൻ വന്നു. സ്നാപക യോഹന്നാൻ്റെ മാനസാന്തര സുവിശേഷം കേട്ട് അവർ സ്നാനം കേൾക്കാൻ വന്നപ്പോൾ സ്നാപക യോഹന്നാൻ അവരോട് പറഞ്ഞു, സർപ്പസന്തതികളെ, വരുവാനിരിക്കുന്ന ആ അപകടത്തെ വിട്ട് ഓടിപ്പോകുവിൻ. അത്
അണലിയുടെ സന്തതികളെന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന യഥാർത്ഥമായ അർത്ഥം. അണലിപ്പാമ്പിൻ്റെ പ്രത്യേകത, ശക്തമായ വെളിച്ചമുള്ളപ്പോൾ അതിന് കണ്ണ് കാണുക പ്രയാസമാണ്. അത് പകലധികം സഞ്ചരിക്കാറില്ല. വെളുപ്പാൻ കാലത്താണ് അണലിപ്പാമ്പുകൾ കൂടുതൽ മാളത്തിൽ നിന്ന് ഇറങ്ങുകയും സഞ്ചരിക്കുകയും ചെയ്യുക. സൂര്യൻ ശക്തമാകുമ്പോൾ അത് മാളത്തിനുള്ളിൽ ഒളിക്കും. എന്ന് പറഞ്ഞാൽ വെളിച്ചത്തെ തിരിച്ചറിയാൻ സാധിക്കാത്ത സമൂഹം. യോഹന്നാൻ ശാസ്ത്രി പരീശന്മാരോട് പറഞ്ഞതാണ്, നിങ്ങൾ വെളിച്ചത്തെ തിരിച്ചറിയണം. യോഹന്നാൻ ആരായിരുന്നുവെന്ന് നമുക്കറിയാം. അദ്ദേഹം വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ വന്നവനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞു, അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ വന്നവനാണ്. യോഹന്നാൻ സാക്ഷ്യം പറഞ്ഞത് ക്രിസ്തുവാകുന്ന വെളിച്ചത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ആകാശത്തിലെ നക്ഷത്രം ഉദിക്കും. പഴയ ആളുകൾ അതിന് പെരുമീൻ എന്ന് പറഞ്ഞിരുന്നു. സൂര്യൻ ഉദിക്കുന്ന 2-3 മണിക്കൂറുകൾക്ക് മുൻപ് മഴക്കാറില്ല എങ്കിൽ ആകാശത്ത് നമുക്ക് നല്ല വെളിച്ചമുള്ള നക്ഷത്രത്തെ കാണാൻ സാധിക്കും. സൂര്യൻ ഉദിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഇതുപോലെ യഥാർത്ഥ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ, ആ വെളിച്ചത്തെ ലോകത്തിന് വെളിവാക്കി കൊടുക്കുവാൻ, പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു സ്നാപക യോഹന്നാൻ്റെ ദൗത്യം. അപ്പം അദ്ദേഹം ഈ വെളിച്ചത്തിലേക്ക് വരുന്ന ശാസ്ത്രീയ പരീശന്മാരോട് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരതക്ക ഫലം കായ്ക്കണം. വെറുതെ സമൂഹത്തെ കാണിക്കാൻ വേണ്ടി കർമ്മപരമായി സ്നാനം സ്വീകരിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിലാണ് ആ മാറ്റം സംഭവിക്കേണ്ടത്. മനസാന്തരത്തിന് തക്ക ഫലം കായ്ക്കണം. ആ മനസാന്തരത്തിൻ്റെ ഫലമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായി പൗലോസ്ലീഹ പറയുന്നത്. സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, സൗമ്യത, ഇന്ദ്രിയജയം തുടങ്ങിയതായ ആ ഫലങ്ങളൊക്കെയാണ് മനസാന്തരത്തിൻ്റെ ഫലങ്ങൾ. നമ്മളും ആ ഒരു ഫലം നമ്മിൽ നിന്ന് പുറപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. ഈ സ്നാപക യോഹന്നാനെ കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞതായ സാക്ഷ്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 7 മുതൽ നമ്മൾ വായിക്കുന്നു. കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിൽ പോയി? കാറ്റത്ത് ഉലയുന്ന ഓടയോ അതോ ഞാങ്ങണയോ? മൃദുല വസ്ത്രങ്ങൾ ധരിച്ച മനുഷ്യനെയോ അതോ പ്രവാചകനെയോ? ആരെ കാണാനാണ് നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത്? കാറ്റത്തൊലിയുന്ന ഓട എന്ന് പറഞ്ഞാൽ ഞാങ്ങണ. അതിൻ്റെ തണ്ടിന് ബലമില്ല. കാറ്റടിക്കുന്നതനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കും. സ്നാപക യോഹന്നാൻ അങ്ങനെയുള്ളൊരു മനുഷ്യനല്ല. എന്ന് പറഞ്ഞാൽ അവൻ ചഞ്ചല ഹൃദയനല്ല, ഫ്ലെക്സിബിൾ ഹാർട്ടല്ല. നമ്മുടെയൊക്കെ പ്രശ്നം ഫ്ലെക്സിബിൾ ഹാർട്ടാണ്. അവസരത്തിനനുസരിച്ച് ആടുന്നതായ, ഉലയുന്നതായ ഹൃദയമാണ് നമുക്ക്. സ്നാപക യോഹന്നാൻ അങ്ങനെയുള്ള ഒരാളായിരുന്നില്ല. ഉറച്ച ഹൃദയമുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് ശിരച്ഛേദം ചെയ്യപ്പെടേണ്ടി വന്നിട്ടും താൻ പറഞ്ഞതിൽ നിന്ന് ഒരു മാറ്റവും അദ്ദേഹത്തിന് സംഭവിച്ചില്ല. അതാണ് ഞാങ്ങണയാൽ ഉലയുന്ന ഓടയല്ല. മാർദ്ദവവസ്ത്രം ധരിച്ചവരല്ല. യേശു പറഞ്ഞു, മാർദ്ദവവസ്ത്രം ധരിക്കുന്നവർ രാജകൊട്ടാരങ്ങളിലാണ്. എന്ന് പറഞ്ഞാൽ വിലയേറിയ പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് അങ്ങനെ ജീവിച്ചതായ, അല്ലെങ്കിൽ ആർഭാട ജീവിതം നയിച്ച, ജീവിതത്തിൻ്റെ സുഖഭോഗങ്ങൾ അനുഭവിച്ചൊരു മനുഷ്യനല്ല ആയിരുന്നില്ല സ്നാപക യോഹന്നാൻ. പിന്നെയോ പ്രവാചകനേക്കാൾ വലിയവനാണ്. യേശുക്രിസ്തു സ്നാപക യോഹന്നാനെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യങ്ങളാണിത്. പ്രിയമുള്ളവരെ, എന്നിട്ട് യേശു ഒരു സാക്ഷ്യം കൂടി സ്നാപക യോഹന്നാനെക്കുറിച്ച് പറയുന്നു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവനാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ഭൂമിയിലെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനായി കർത്താവ് കണ്ടത് സ്നാപക യോഹന്നാനെയാണ്.
എന്നാൽ സ്വർഗരാജ്യത്തിൽ ജനിക്കുന്നവൻ യോഹന്നാനേക്കാൾ വലിയവനാണെന്ന് കർത്താവ് പറയാൻ കാരണം സ്വർഗരാജ്യത്തിൽ ജനിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. ആ ഭാഗ്യം ലഭിച്ചവരാണ് ഇന്ന് ജീവിക്കുന്ന നമ്മൾ. സ്നാപക യോഹന്നാൻ ന്യായപ്രമാണ കാലത്ത് വിളിച്ച ന്യായപ്രമാണത്തിൻ്റെ അവസാനത്തെ കണ്ണിയായിട്ടാണ് സ്നാപക യോഹന്നാനെ കാണുന്നത്. നമുക്ക് ശൈശവ പ്രായത്തിൽ തന്നെ സ്നാനമേറ്റ് കർത്താവിനോട് ചേരുവാനും സഭയിൽ അംഗമായി തീരുവാനും ആ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാനുള്ള അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സ്നാപക യോഹന്നാൻ സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ല കർത്താവ് പറഞ്ഞത്. സ്നാപക യോഹന്നാനേക്കാൾ വലിയവനാകാനുള്ള ഭാഗ്യം നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതാണ് സ്വർഗരാജ്യത്തിൽ ജനിക്കുക എന്ന് പറയുക. അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ആണ് നമ്മൾ സ്നാപക യോഹന്നാന് തുല്യമായി തീരുന്നത്. സ്നാപക യോഹന്നാൻ്റെ ദൗത്യമാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ദൗത്യം. സ്നാപക യോഹന്നാൻ യേശുവിൻ്റെ ഒന്നാമത്തെ വരവിന് വേണ്ടി സമൂഹത്തെ ഒരുക്കിയെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഈ സമൂഹത്തെ ഒരുക്കുവാനുള്ള ദൗത്യമാണ് എന്നിലും നിങ്ങളിലുമുള്ളത്. അതിനാണ് കർത്താവ് സ്ത്രീഹന്മാരെ അയച്ചത്. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് അവരെ അയച്ചപ്പോൾ ആ സ്ത്രീഹന്മാരാൽ ക്രൈസ്തവ സമൂഹത്തിലേക്ക്, സഭയിലേക്ക് ക്ഷണിക്കപ്പെട്ട നാം ഓരോരുത്തരുടെയും ദൗത്യം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഈ സമൂഹത്തെ, ഈ ലോകത്തെ ഒരുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ക്രൈസ്തവ സമൂഹം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവം വരേണ്ട വഴികളെ നമ്മളിന്ന് അടച്ചുകൊണ്ടിരിക്കുകയാണ്. മനസാന്തരത്തിൻ്റെ യാതൊരു മനോഭാവവുമില്ലാതെ തർക്കങ്ങളും കലഹങ്ങളും വ്യവഹാരങ്ങളൊക്കെയായി ഇന്ന് ക്രൈസ്തവ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവം, ഒരു മനസാന്തരത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. അപ്പോഴാണ് നമുക്ക് കർത്താവിന് വഴിയൊരുക്കുവാൻ സാധിക്കുക. അപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് പ്രസക്തി ഉണ്ടാവുക. എന്താണ്? നിൻ്റെ രാജ്യം വരണം, അങ്ങയുടെ നാമം മഹത്വപ്പെടണം, അങ്ങയുടെ രാജ്യം വരണം, അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. ദൈവനാമം മഹത്വപ്പെടുന്നത് നമ്മിലൂടെ ആവണം. ദൈവത്തിൻ്റെ ഇഷ്ടം എന്തേ എന്ന് അറിയാവുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. ആ ഇഷ്ടമെന്തെന്ന് ലോകത്ത് ജീവിച്ച് കാണിച്ചു കൊടുത്ത് മനസാന്തരത്തിൻ്റെ ഫലം കായ്ച്ച് ജീവിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. അപ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്, ദൈവരാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകുന്നതും അങ്ങനെയാണ്. അപ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. സ്നാപക യോഹന്നാൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഒരു ദിവസം ഒരാളോടെങ്കിലും നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുവാൻ നമുക്കിടയാകണം. ദൈനംദിനമുള്ള നമ്മുടെ ജീവിതം മനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കുന്ന ജീവിതമായി തീരുവാൻ സർവശക്തനായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ വേദപഠന വായനകളും പ്രാർത്ഥനകളും ആരാധനകളുമൊക്കെ അതിന് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.